പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L360 എന്ന മോഡലിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തതിന് ശേഷം ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ L360 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ള ടൈപ്പ് ചെയ്ത് സെർച്ച് എടുക്കുക. അവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓപ്പറേഷൻ സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഓപ്പറേഷൻ സിസ്റ്റത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിൻഡോസ് മാക്കിൻ്റെ വെർഷൻസ് കാണിക്കും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ല, ഇവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് ഇതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിൻഡോസ് വെർഷൻ വരുന്നത്. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡായി വന്നതിന് ശേഷം താഴെ കാണുന്ന ഡ്രൈവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രിൻ്റർ ഡ്രൈവർ ഫോർ വിൻഡോസ് 64 ബിറ്റ് എന്നുള്ളത് കണ്ടില്ലേ. അപ്പോൾ അതിന് നേരെ കാണുന്ന ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിൽ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്സെപ്റ്റ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആവും. ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ പോയി ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അത് ഓപ്പൺ ആയി വരുന്നതാണ്. എക്സ്ട്രാക്റ്റിംഗ് നടന്നതിന് ശേഷം ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അതേപോലെ ഇവിടെ താഴെ കാണുന്ന എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ കണക്ഷൻ മെത്തേഡ് ചോദിക്കും. അവിടെ നമ്മൾ USB കണക്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സമയത്ത് മാത്രമേ കമ്പ്യൂട്ടറും പ്രിൻ്ററും USB കേബിൾ കണക്ട് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. മുമ്പ് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ തുടങ്ങുക. അപ്പോൾ ഏകദേശം നമ്മൾ പ്രിൻ്റർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കീയിൽ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താണ് കൺട്രോൾ പാനലിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നു. കൺട്രോൾ പാനൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഉണ്ടല്ലേ. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ആയി വരുന്നതാണ്. എൻ്റെ ലാപ്പിൽ ഞാൻ കുറേ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ കുറേ ലിസ്റ്റ് കാണിക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിലാകുമ്പോൾ ഇത്ര ലിസ്റ്റ് ഒന്നും കാണിക്കില്ല. ജസ്റ്റ് അത് മാക്സിമൈസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. അവിടെ ചെറിയൊരു വാണിംഗ് മെസ്സേജ് ഉണ്ട്. അത് കാര്യമാക്കേണ്ട. സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് ആ മെസ്സേജ് പോകുന്നതാണ്. അതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തു. അവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ടെസ്റ്റ് കമാൻഡ് പോകുന്നതാണ്. ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരികയാണെങ്കിൽ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.